നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ലോക്സഭയും രാജ്യസഭയും ഇന്ന് പ്രക്ഷുബ്ധമാകും. പരീക്ഷാ ക്രമക്കേട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും CPM-ഉം ഇരുസഭകളിലും നോട്ടീസ് നൽകിയിരിക്കുന്നു. പ്രധാനമന്ത്രി പ്രസ്താവന നടത്തണമെന്നും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. ശരത് കെ ശശി വിവരങ്ങൾ നൽകും. ശരത്, ഇന്ന് നീറ്റ് വിഷയം ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇരുസഭകളിലും വിഷയം അവതരിപ്പിക്കുമെന്ന് ഉറപ്പുണ്ടോ? എന്താണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്? രാജി ആവശ്യപ്പെടുകയാണോ വിദ്യാഭ്യാസ മന്ത്രിയുടെ? തീർച്ചയായും സ്മൃതി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നേരത്തെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് പരസ്യമായ പ്രതികരണം നടത്തിയതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഇന്ന് സഭാതലത്തിലും അതേ നിലപാട് തന്നെയായിരിക്കും പ്രതിപക്ഷം കൈക്കൊള്ളുക. ഏതായാലും ഇന്നലെ ചേർന്ന ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും നീറ്റ് പരീക്ഷാ ക്രമക്കേട് പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് തീരുമാനിച്ചിരുന്നു. നിലവിൽ സഭയുടെ നടപടിക്രമങ്ങൾ പ്രകാരം ഇന്ന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയിലുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും ഈ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മുൻപായി തന്നെ നീറ്റ് പരീക്ഷാ ക്രമക്കേട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നതാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഇതിന്റെ ഭാഗമായി ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും ഇതിനോടകം പ്രതിപക്ഷ അംഗങ്ങൾ നോട്ടീസ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ലോക്സഭയിലും CPM അതുപോലെ തന്നെ കോൺഗ്രസ് അംഗങ്ങളുടെ നോട്ടീസ്, അതുപോലെ തന്നെ രാജ്യസഭാ അംഗം എളമരം കരീം, അബ്ദുൾ വഹാബ് അടക്കമുള്ളവർ ഇതിനോടകം നോട്ടീസ് നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷം ഏതായാലും ഈ ഒരു ചർച്ച നിശ്ചയിച്ചിരിക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഒരു വിശദീകരണമോ മറുപടിയോ നൽകാൻ സർക്കാർ തയ്യാറാകാത്ത പശ്ചാത്തലമുണ്ടായാൽ ശക്തമായി സഭയ്ക്ക് ഉള്ളിൽ പ്രതിഷേധിക്കും എന്നുള്ളത് തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ മറുവശത്ത് ഈ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രസ്താവന സഭയിൽ നടത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്നതായ വിഷയം രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കുന്നതിനും അപ്പുറത്തേക്ക് പൊതുവെ ഒരു വിമർശനം ഇത് സംബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും അതുപോലെ തന്നെ NDAയും നേരിടുന്ന പശ്ചാത്തലത്തിൽ അക്കാര്യത്തിൽ എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അങ്ങനെയാണ് എങ്കിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചത്, അതുപോലെ തന്നെ പൊതുപരീക്ഷയിൽ ഭാവിയിൽ ക്രമക്കേടുകൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതടക്കം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്താണ്, അത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദീകരണം ഇന്ന് ഒരുപക്ഷെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നടത്താനുള്ള സാധ്യതയുമുണ്ട്. ഇന്ന് ഏതായാലും നന്ദിപ്രമേയ ചർച്ചയുടെ ഭാഗമായി പ്രതിപക്ഷ അംഗങ്ങൾ പ്രസംഗിക്കാനുള്ള സാധ്യത കുറവാണ്. അതിനും അപ്പുറത്തേക്ക് നീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് സഭാതലത്തെ പ്രക്ഷുബ്ധമാക്കുക എന്നത് തന്നെയാണ് ഇനി പ്രതിപക്ഷം ഉദ്ദേശിച്ചിരിക്കുന്നത്.